സുപ്രീം കോടതിയുടെ വിധിയൊക്കെ പ്രധാനമന്ത്രി പരോക്ഷമായെങ്കിലും ഇങ്ങനെ വിമർശിക്കുന്നത് ശരിയാണോ? ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഗുജറാത്തിൽ ഇന്നലെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മോദി പറഞ്ഞു, അതായത് പണ്ട് കുചേലൻ കൃഷ്ണന് അവിൽപ്പുതി കൊടുത്തു, ഇപ്പോഴാണെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഒരു പൊതു താൽപ്പര്യ ഹർജിയുമായി കോടതിയിലെത്തും, കോടതി അഴിമതിക്കാരനെന്ന് വിധി പറയുകയും ചെയ്യുമായിരുന്നു. അത് ഈ പൊതു താൽപ്പര്യ ഹർജിക്കാർ പലപ്പോഴും ഒരു ശല്യമായിട്ട് മാറാറുണ്ട് സുപ്രീം കോടതിയിൽ. അതിപ്പോൾ ഈ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടും തേങ്ങയൊന്നുമല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടാണ്. ഇത് ആദ്യമായിട്ടുമല്ല പറയുന്നത്. ഇപ്പോൾ മോദിയെ കുറ്റം പറയാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാർ ഇതെടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ടും കുചേലൻ്റെ അവിൽപ്പതിയും തമ്മിൽ എന്താ ബന്ധം? ആ ബന്ധമൊന്നുമില്ല. പക്ഷേ ഇവർ അതങ്ങ് ബന്ധപ്പെടുത്തിയിട്ട് ബഹളം വയ്ക്കുകയാണ്. വാസ്തവത്തിൽ പൊതു താൽപ്പര്യ ഹർജികളെയാണ് മോദി പരിഹസിക്കുന്നത്. ആ ഹർജികൾ പരിഗണിക്കുന്ന കോടതിയെയും പുള്ളി പരിഹസിക്കുന്നുണ്ട്. അതിപ്പോൾ തുടങ്ങിയതല്ല. ആദ്യം ഇത് വന്നത് വളരെ സീരിയസ് ആയിട്ട് നിയമദിനത്തിൽ മുഖ്യമന്ത്രിയും ചീഫ് ജസ്റ്റിസും വേദിയിലുണ്ടാവും. ആദ്യം പ്രസംഗിക്കുന്നത് പ്രോട്ടോക്കോൾ അനുസരിച്ച് മുഖ്യമന്ത്രിയല്ല കേട്ടോ, പ്രധാനമന്ത്രി ആദ്യം പ്രസംഗിക്കും, പിന്നാലെ ചീഫ് ജസ്റ്റിസ് പ്രസംഗിക്കും. അന്ന് മോദി പറഞ്ഞു, ചീഫ് ജസ്റ്റിസിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, മോദിക്ക് ഇങ്ങനെ പബ്ലിക്കിൽ പോയിട്ട് തോണ്ടേണ്ട കാര്യമൊന്നുമില്ല, ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ത്യൻ പട്ടാളം ആവശ്യപ്പെട്ടതനുസരിച്ച് ഡെറാഡൂണിൽ നിന്ന് നമ്മുടെ ബോർഡറിലേക്ക് പോകുന്ന റോഡ് വീതി കൂട്ടാൻ തീരുമാനിച്ചു. കാരണം പണ്ട് ഇന്ത്യയുടെ ടാങ്കുകളൊക്കെ ചെറുതായിരുന്നു, വാഹനങ്ങൾ ചെറുതായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ബ്രഹ്മാണ്ഡ ടാങ്കൊക്കെയാണ്, കവചിത വാഹനം, ഭയങ്കര വീതിയും ഇതൊക്കെയാണ്. പഴയ റോഡ് പോരാ, അവിടെ റോഡ് പൊട്ടിയിരിക്കുന്നു, റോഡ് വീതി കൂട്ടണം. മിലിറ്ററിയുടെ ആവശ്യമാണ്, ഡിഫൻസിൻ്റെ ആവശ്യമാണ്. അപ് ടു ബോർഡർ പോകും ആ റോഡ്. അതിനുവേണ്ടി ലാൻഡ് അക്വയർ ചെയ്യണം. ഇത് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ സഞ്ചിയും കഷത്തിട്ട് ഒരു ആന്തോളൻ ജീവി പ്രകൃതി നശീകരണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പൊതു താൽപ്പര്യ ഹർജി കൊടുത്തു. കോടതി ഒരു സ്റ്റേ ഓർഡറും തന്നു. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ടാങ്ക് കൊണ്ടുപോകാൻ റോഡ് വീതി കൂട്ടുന്നതിനെതിരെ സുപ്രീം കോടതി സ്റ്റേ ചെയ്താൽ ഞാൻ എങ്ങനെ ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകും? പട്ടാളത്തിന് സ്റ്റേ ഓർഡർ കൊടുത്തിരിക്കുക സുപ്രീം കോടതി. മുझे मालूम नहीं मैं क्या करूं എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ ഇരുത്തി വന്ന് എൻ വി രമണയാണ്. രാമണ്ണ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പക്ഷേ എല്ലാവരും പറഞ്ഞു പറഞ്ഞത് രമണ എന്നാണ്. രാമണ്ണ എന്ന തെലുങ്കുകാരനാണ് എൻ വി രാമണ്ണ. രാമണ്ണ അതിന് മറുപടി പറഞ്ഞില്ല പ്രസംഗത്തിൽ. ബട്ട് ഹി ആക്റ്റഡ് ഓൺ ദാറ്റ്. പിറ്റേ ദിവസം തന്നെ ആ ഫയൽ വിളിച്ചു വരുത്തിയിട്ട് സ്റ്റേ വെക്കേറ്റ് ചെയ്തു. പ്രോജക്റ്റ് മുന്നോട്ട് പോട്ടെ, മെരിറ്റ് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് ഹർജി തള്ളാതെ കയ്യിൽ വെച്ചു. തള്ളിക്കഴിഞ്ഞാൽ ഇവൻ വേറെ എന്തെങ്കിലും കുത്തിരിപ്പുണ്ടാക്കും, അതുകൊണ്ട് തള്ളാതെ കയ്യിൽ വെച്ചു. അങ്ങനെയാണ് ഇന്ത്യൻ പട്ടാളത്തിന് വഴി തുറന്നു കിട്ടുന്നത്. ചീഫ് ജസ്റ്റിസിന് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ മനസ്സിലായി. സ്റ്റേ ഓർഡർ കൊടുക്കുമ്പോൾ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു പണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല രമണ ചെയ്തത്. എൻവയൺമെൻറ്റൽ പ്രശ്നമുണ്ട്, ശരി നോക്കാം, മെരിറ്റ് നോക്കാം, സ്റ്റേ ചെയ്യും, അതുവരെ സ്റ്റേ. ഇത് പട്ടാളത്തിനുള്ളതാണെന്നും ഇതും ഡീറ്റെയിൽസ് നോക്കുന്നില്ല എന്ന്, മാത്രം നോക്കും, തിരക്കാണല്ലോ. അപ്പോൾ ആ തിരക്ക് വെച്ചിട്ട് ചെയ്തു പോയതാണ്. അപ്പോൾ മോദിക്ക് അത് പറയാനൊരു മടിയുമില്ല. പിന്നെ ഇപ്പോൾ ചന്ദ്രചൂടും കൂടെ ഇരിക്കുന്ന വേദിയിലാണ് മോദി അടുത്ത ബോംബിട്ടത്. ബിൽഡിങ്ങിൻ്റെ സുപ്രീം കോടതിക്ക് സ്ഥലം കൂടുതൽ വേണം. സ്ഥലം കണ്ടുപിടിച്ചു. ഞാൻ 880 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. സ്ഥലം കണ്ടുപിടിക്കും, ഞാൻ ബിൽഡിങ്ങും പണിയും. എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ആന്തോളൻ ജീവി പൊതു താൽപ്പര്യ ഹർജിയുമായിട്ട് വന്നിട്ട് ഇത് വേസ്റ്റാണ്, പബ്ലിക് മണി മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു സ്റ്റേ ഓർഡർ തന്ന് ഇതിന് വെള്ളത്തിലാക്കരുത്. ഇത്രയും എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ചന്ദ്രചൂഡിനെ ഇരുത്തിക്കൊള്ളു. അങ്ങനെ പറയുന്ന മോദി ഇവിടെ പോയിട്ട് കുചേലൻ്റെ അവിൽപ്പുതി വെച്ചിട്ട് ഇലക്ട്രൽ ബോണ്ടിനെ ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം അങ്ങനെ പറയും. ഞാൻ കള്ളപ്പണം കുറയ്ക്കാനായിട്ട്, തടയാനായിട്ടൊന്നുമല്ല, തടയാൻ സുപ്രീം കോടതിയും പറഞ്ഞില്ല, കള്ളപ്പണം തടയാൻ ഇത് മാത്രമല്ല വഴി, മറ്റു വഴികളുമുണ്ട്. ഇതും ഒരു വഴിയാണെന്ന് സുപ്രീം കോടതിയും സമ്മതിക്കുന്നുണ്ടല്ല. അപ്പോൾ ഒരു വഴി ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ അതടച്ചിട്ട് ഇത് മാത്രമല്ല വഴി, വേറെ വഴിയുണ്ടല്ലോ, ആ വഴിക്ക് പൊക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കും മോദി.
ചോദിക്കാറുണ്ട്. സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം ചീഫ് ജസ്റ്റിസിനെ ഇരുത്തിക്കൊണ്ട് ചോദിക്കാറുണ്ട്. അല്ലാതെ ഈ അവിൽപ്പൊതിയും ഇലക്ട്രൽ ബോണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ കമൻറ്റ് പൊതുതാൽപര്യ ഹർജിക്കാർക്ക് പൊതുവേ ഉള്ളൊരു കമൻറ്റും അവരെ എൻ്റർടൈൻ ചെയ്യുന്ന കോടതികൾക്കെതിരെ, അത് സുപ്രീം കോടതി മാത്രമല്ല ഹൈക്കോടതികളും. പക്ഷെ പില്ലും ഈ കോടതി ഇടപെടലും ആവശ്യമല്ലേ? ആവശ്യമാണ്. നോക്കൂ, നേരത്തെ പില്ല് ഉണ്ടായിരുന്നില്ല നമുക്ക്. 1985 ജസ്റ്റിസ് PN ഭഗവതിയാണ് പില്ല് അനുവദിച്ചത്. കൃഷ്ണയ്യരില്ല. കൃഷ്ണയ്യർ 86 ഒരു ജഡ്ജ്മെൻറ്റിൽ എഴുതി. പിന്നെ പേരെടുക്കാൻ സമർത്ഥനായതുകൊണ്ട് കൃഷ്ണയ്യർ പേരടിച്ചുകൊണ്ട് പോയി. ഭഗവതി നിന്നും പോകുന്ന ആളല്ല, പുള്ളിയൊന്നും വേണ്ടിയില്ല, അതങ്ങനെ പോയി. അല്ല, ഞാനിത് പറയാൻ കാര്യമാണ്, കൃഷ്ണയ്യർ സ്വാമി, ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ വരാൻ കാരണക്കാരനല്ല ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരാണ്. അലഹബാദ് ഹൈക്കോടതിയിലെ വിധിയാണ്. അദ്ദേഹം വാക്കിംഗ് ജസ്റ്റിസാണ്, ജനാധിപത്യവാദിയായിരുന്നു മരിക്കുന്നവരെ, അല്ലേ? ബട്ട് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അവർ സുപ്രീം കോടതിയിൽ വന്നു. സിംഗിൾ ജഡ്ജ് കൃഷ്ണയ്യരുടെ മുമ്പിലാണ് ഈ കേസ് വരുന്നത്. കൃഷ്ണയ്യർ പറഞ്ഞു അവർക്ക് പ്രധാനമന്ത്രിയായിട്ട് തുടരാം, പക്ഷേ വോട്ടവകാശം പാടില്ല. അവർക്ക് വോട്ട് ആവശ്യമില്ല. അവർ വോട്ട് കൊണ്ടൊന്നുമല്ല ബില്ല് ചെയ്യിക്കുന്നത് പാർലമെൻറ്റിൽ. അവർക്ക് ഭൂരിപക്ഷമില്ല. ആ ഒരു വോട്ട് കൊണ്ട് വല്ലതും സംഭവിക്കാൻ പോകുന്നു. ഫലത്തിൽ ഇന്ദിരയ്ക്ക് തുടരാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ഇദ്ദേഹം ജഡ്ജ്മെൻ്റ് എഴുതി സൈക്ലോ സ്റ്റൈൽ എടുത്തിട്ട് 100 കോപ്പി ഡൽഹിയിൽ പത്രാഫീസുകളിൽ എത്തിച്ചു. ഈ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അന്ന് അർദ്ധരാത്രിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധിക്ക് പ്രോത്സാഹനം കൊടുത്തത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരാണ്. മരണം വരെ അദ്ദേഹം ജനാധിപത്യവാദിയായിരുന്നതാണ്. ഒരു മനുഷ്യൻ ഇത് ചോദിച്ചിട്ടില്ല. എഴുതിയാൽ പ്രസിദ്ധീകരിക്കില്ല. എല്ലായിടത്തും സ്വാമിക്ക് സ്വാധീനമുണ്ട്. സ്വാമിക്ക് എഴുതിയ ഒരു കത്തയച്ച് ഈ ഇഷ്യൂവിലല്ല, വേറൊരു ഇഷ്യൂവിൽ ഞാൻ സ്വാമിയെ ചെറുതായിട്ടൊന്ന് വിമർശിക്കുന്ന കത്തായിപ്പോയി എൻ്റെ. സ്വാമി മാതൃഭൂമിയിൽ വിളിച്ചത് തടഞ്ഞു, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വിളിച്ച് തടഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ വീണ്ടും വിളിച്ചു. ഞാനൊരു ഇത് നിഷ്കളങ്കമായ കത്തായിരുന്നു. അല്ല, അതിന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ പേരുണ്ട്. അങ്ങേരുടെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ്. അങ്ങേരെ വിദൂരമായി പോലും പരാമർശിക്കുന്ന കത്തുകളുണ്ടെങ്കിൽ കൊടുക്കരുത്, ലേഖനം കൊടുക്കരുത്. ദിസ് വാസ് ജസ്റ്റിസ് വി ആർ കൃഷ്ണൻ. എന്നിട്ട് ഇപ്പുറത്ത് മാറിയിട്ട് പത്രസ്വാതന്ത്ര്യം എന്നെപ്പോലെ ഒരു പാവത്തിൻ്റെ പെടലിക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുക ഒരു കൈ കൊണ്ട്, മറ്റേ കൈ കൊണ്ട് പുള്ളി ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നു. ദിസ് വാസ് വി ആർ കൃഷ്ണയ്യർ. അപ്പോൾ അതുകൊണ്ട് ഈ മോദിക്ക് ചീഫ് ജസ്റ്റിസിനെയോ കോടതിയെയോ പരിഹസിക്കണമെങ്കിൽ അവരെ ഇരുത്തിക്കൊണ്ട് പരിഹസിക്കാൻ അറിയാം. അത് ചെയ്തിട്ടുമുണ്ട്. ദിസ് കമൻറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത്, ബട്ട് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി അഗൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആൻഡ് ദ പീപ്പിൾ ഹു ആർ എൻ്റർടൈനിങ് ദാറ്റ്. ഇപ്പോൾ സംഭവിച്ചത് അന്ന് ജസ്റ്റിസ് PN ഭഗവതി തുടങ്ങി വെച്ച കാര്യം ഇപ്പോൾ കണ്ടവനും കടിയവനും എല്ലാം കൊണ്ട് പബ്ലിക് കൊണ്ട് കിടക്കപ്രതിയില്ല ഹൈക്കോടതിക്ക്. ഒരു ദിവസം എത്ര PAL ഡിസ്മിസ് ചെയ്യുന്നുണ്ടെന്നറിയാമോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ PALാണ്. അതൊരു വലിയ ശല്യമായിട്ട് മാറി. അതേസമയം ഇതങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാലോ ഇപ്പുറത്ത് ഒരു ഗതിയും ഇതുമില്ലാതെ ഒരു നരേന്ദ്രമോദിയല്ലേ, മോദി ഒന്നും കാണാതെ ഇങ്ങനെ പറയുമോ? അല്ല, കണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ദ ജനറൽ ടെൻഡൻസി ഓഫ് ഫയലിംഗ് ഫ്രിവലസ് PILs ആൻഡ് എ ജനറൽ ടെൻഡൻസി ഓഫ് അക്സെപ്റ്റിംഗ് ദം ഇൻ എ ലിബറൽ മൂഡ്. ഈ രണ്ട് കാര്യത്തെയാണ് പുള്ളിയെ വിമർശിച്ചിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇലക്ട്രൽ ബോണ്ട്. കുചേലൻ കൊണ്ട് കൊടുത്തത് കൃഷ്ണന് ആഹരിക്കാവുന്ന വസ്തുവാണ്, അവിലാണ്, അവിൽപ്പൊതിയാണ്. അല്ല, നോക്കുക, അത് ഒരു കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരനെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ ചെന്നപ്പോൾ സന്തോഷത്തിന് കൊണ്ടുപോയ ഒരു രാജാവാണ് കൃഷ്ണൻ. ദ്വാരകയിലെ രാജാവാണ് കൃഷ്ണൻ. മോദി ആ പറഞ്ഞ ഉദാഹരണത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇതാണ്. രാജാവിന് സമ്മാനം കൊടുത്തിട്ട് സ്വന്തം കാര്യം നേടി എന്നൊക്കെ പറഞ്ഞു. അന്നത്തെ ആ സംഭവം ഇന്നൊരു PIL ആയാൽ അതുവരെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥിതിയിലാണ് കോടതികൾ എന്നാണ് അതിനർത്ഥം. ദ സോ ഫ്രിവലസ് എ തിങ്, ഏറ്റവും നിസ്സാരവും പൗരാണികവുമായ ഒരു കാര്യം ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് ഒഫൻസാക്കി മാറ്റി അതിന് പബ്ലിക് ഇൻട്രസ്റ്റ് ഇത് കൊടുത്തിട്ട് ആ ഒരു സമൻസ് കൃഷ്ണനും കുചേലനും ഒക്കെ അയക്കുന്ന ടൈപ്പിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അതാണ് മോദിയുടെ പോയിന്റ്. ഏതായാലും കോടതികൾക്ക് ഇത് മനസ്സിലാവട്ടെ. സ്പെസിഫിക് ഞാൻ പറയാം, സ്പെസിഫിക്കലി ഇലക്ട്രൽ ബോണ്ട് ആ വിഷയത്തിൽ മോദിക്ക് വിമർശിക്കണമെങ്കിൽ മോദി വിമർശിച്ചിരിക്കും. അത് ജഡ്ജിയെ ഇരുത്തി തന്നെ പറഞ്ഞിരിക്കും. അല്ലാതെ ഈ കുചേലിനെ
Fair criticism മോദിക്കെല്ലാം നമുക്കും ആകാം. ആവാം. അപ്പോൾ അതൊരു Fair തെറ്റുമല്ല. criticism. ഈ രണ്ട് കേസിലും മോദി ക്രിട്ടിസൈസ് ചെയ്തില്ല. മോദി പറഞ്ഞു യു ആർ റെൻഡറിങ് മീ ഹെൽപ്ലെസ്. വാട്ട് കൻ ഐ ഡു? ഇഫ് യു ആർ ഗിവിങ് എ സ്റ്റേ ഓർഡർ ടു ദ ഇന്ത്യൻ ആർമി, നാളെ ഞാൻ ഇന്ത്യൻ ആർമിയോട് പാകിസ്ഥാനെ ആക്രമിക്കാൻ പറയുമ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ദിസ് മേ ഹാപ്പൻ. ഒരു തമാശ സ്റ്റോറി ഉണ്ടായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പ്ലാൻ ചെയ്ത് തുടങ്ങി. പാകിസ്ഥാൻ ഒരു റോക്കറ്റ് മിസൈല് ഇന്ത്യയിലേക്ക് വിടാൻ നോക്കിയിട്ട് അത് കയറുന്നില്ല. അമേരിക്ക കൊടുത്ത മിസൈലാണ്. അത് പൊങ്ങുന്നില്ല ആ സാധനം. അവസാനം 1.5 മണിക്കൂർ എടുത്തിട്ട് പൊങ്ങി ഒരു 10:30 മണിയോടുകൂടി ബീഹാറിൽ ഒരു സർക്കാർ ആഫീസിൻ്റെ മുകളിൽ വീണു. 10:30 മണിക്ക് സർക്കാർ ആഫീസിൽ ആരും വരാത്തതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായില്ല. ഇന്ത്യയിൽ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന അധാർമികമാണെന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തിട്ട് ഇന്ത്യൻ സുപ്രീം കോടതി ആ നമ്മുടെ സർവ്വസൈന്യാധിപനായ പ്രസിഡൻറ്റിന് ഒരു സ്റ്റേ ഓർഡർ കൊടുക്കുന്നു. യുദ്ധം തുടങ്ങാൻ നിൽക്കട്ടെ, ഞങ്ങൾ ഇതിൻ്റെ മെരിറ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ത്യ നിൽക്കുന്നു. മറ്റവരാണെങ്കിൽ ആ ആയുധങ്ങളൊക്കെ കയ്യിലുണ്ടായിട്ട് ഉപയോഗിക്കാൻ അറിയാൻ വേണ്ടി അവസാനം ഒന്നും ഉപയോഗിച്ചത് സർക്കാർ ആഫീസിനാണ്. ദൈവം സഹായിച്ച് അവിടെ ആരും സമയത്തിന് വരുന്നില്ല, അതുകൊണ്ട് ആരും മരിച്ചില്ല. എല്ലാവരും കാഴ്ച കണ്ട് വെടിക്കെട്ട് കാണുന്നവർ. ഇങ്ങനെ ഒരു സാങ്കല്പിക കഥ ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു അപഹാസ്യമായ ചിത്രം, കോടതിയുടെ ചിത്രം ജനങ്ങളുടെ മനസ്സിൽ വന്നുകൂടുക. ആ ഒരു വാശിയോടും കൂടെയാണ് മോദി ആ കമൻറ്റ് പറഞ്ഞത്. ഏതായാലും അത് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.